തങ്കമണിയെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? നോ ഹൈപ്പ് ഓൺലി ഹോപ്പ്. ഫുട്ബോളിലെ റേഡിയൊന്നുമില്ല. ഗൾഫുകാരൻ നീതാ പിള്ളേ ഒരു ഓൾഡ് സീരിയലായി പോയിരിക്കും. മികച്ച കസ്റ്റമറുകളാണ്. പുള്ളി പ്രതിയാക്കി. സെക്കൻഡ് പാർട്ടുണ്ടോ? എല്ലാത്തിനും ഇപ്പൊ സെക്കൻഡ് പാർട്ടുണ്ടോ? ടീച്ചയും കൊള്ളാം. ഉദയനാരൊക്കെ ഉണ്ടോ? ബിജിഎം കൊള്ളാം. ഒരു 2-3 ടൈപ്പ് ഓഫ് വേരിയേഷൻ ഉണ്ട്. പക്ഷെ മേക്കിംഗ് എന്തോ ഒരു അപാകത ഫീൽ ചെയ്യുന്നുണ്ട് പല ഫ്രെയിമിലും. ആർട്ടിഫിഷ്യൽ എന്നല്ല, മറ്റേ സീരിയൽ ടൈപ്പ് ആയിരുന്നു. പ്രത്യേകിച്ച് ആ സെറ്റ് ചെയ്തേക്കുന്നത് സെറ്റാണെന്ന് തോന്നുന്നുണ്ട്. ആ കാലഘട്ടത്തിന്റെ ഒരു പഴക്കം തോന്നാതെ തന്നെ സെറ്റായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. മേക്കിംഗ് എന്തോ ഒരു പഴയ കുറെ നാള് മുന്നേ കണ്ട സിനിമകളിലൊക്കെ ആണെങ്കിൽ കൂടി ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നുണ്ട്. ഇടുക്കി ജില്ലയിലുള്ള ഒരു സ്ഥലമാണ് തങ്കമണി എന്ന് പറയുന്നത്. അപ്പൊ അവിടേക്കുള്ള ബസ് റൂട്ട് ഇച്ചിരി പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ബസ്സുകാരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തങ്കമണി എത്തുന്നതിന് മുന്നേ ഒരു സ്റ്റോപ്പ് ഉണ്ട്, പാറമട എന്നങ്ങാണ്ട് പറഞ്ഞുകൊണ്ട്. അപ്പൊ ആ ഒരു സ്റ്റോപ്പിൽ ആൾക്കാരെ ഇറക്കി വിടുമായിരുന്നു. എന്നിട്ട് അവർ നടന്നു പോകും. പക്ഷേ തങ്കമണി വരെയുള്ള പൈസ അവരുടെ നിന്ന് വാങ്ങിക്കും. അപ്പോൾ നാട്ടുകാർക്ക് ഇത് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇതിലൊരു വിദ്യാർത്ഥി പ്രതികരിച്ചു, ഇതുപോലെ അത് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുകയും ബസ്സിൽ നിന്ന് ഈ ബസ്സിൽ യാത്രക്കാരെല്ലാം ബസ്സുകാരെ അങ്ങ് ഇറക്കി വിട്ടിട്ട് അതിൽ നാട്ടുകാർ ഭയങ്കര സീനാക്കിയിട്ട് ബസ് പിടിച്ചുകൊണ്ട് ഇവർ അവരുടെ തങ്കമണിയിലേക്ക് കൊണ്ടുപോകായിരുന്നു. അപ്പം ബസ് ഉടമ വന്നിട്ട് ബസ് വിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും നാട്ടുകാർ ഇത് ചെയ്യുന്നില്ല. അപ്പം മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് തിരിച്ചു കൊടുത്തുള്ളൂ നാട്ടുകാർ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവർ പോയിട്ട് പിറ്റേ ദിവസം പോലീസുകാരെ കൊണ്ട് വരികയാണ്. പോലീസുകാരെ കൊണ്ട് വന്നിട്ട് അവിടെ പ്രശ്നമായി, എന്തായാലും തർക്കമാവുമല്ലോ. തർക്കമായപ്പോഴത്തേക്ക് പോലീസുകാർ ലാത്തിച്ചാർജ് നടത്തി തിരിച്ച് നാട്ടുകാരാണെങ്കിൽ ഇത് ചെയ്തു, കല്ലെറിഞ്ഞു. അപ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമായി. പ്രശ്നമായതിനു ശേഷം പിറ്റേ ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ കോംപ്രമൈസിനൊക്കെ നോക്കി നടന്നില്ല. പിറ്റേ ദിവസം സംഭവം പറഞ്ഞു കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ പോലീസുകാർ അത് ഉള്ളതാണോ ഇല്ലതാണോ എന്ന് ഉറപ്പില്ല. അത് പറയുന്നത് പോലീസുകാർ മുന്നറിയിപ്പൊന്നും ഇല്ലാതെ വന്നിട്ട് നാട്ടുകാരെ നേരെ വെടിവെച്ചു എന്നാണ് പറയുന്നത്. അതിലൊരാൾ കൊല്ലപ്പെടുകയും ഒരാൾക്ക് കാലുകൾ നഷ്ടപ്പെടുകയും ചെയ്തു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഇതായപ്പോഴത്തേക്ക് പോലീസുകാരും നാട്ടുകാരോട് ഭയങ്കര പ്രശ്നമായി. അപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പ്രശ്നത്തിന് ഈ പ്രതികളായിട്ടുള്ള ആൾക്കാരെ തപ്പി പോലീസ് ഇറങ്ങുകയും അതുപോലെ അവരൊക്കെ കുറെ ഒളിവിന് പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇവരെ തപ്പി നാട്ടിലിറങ്ങിയിട്ട് ഈ ആൾക്കാരില്ലാത്ത വീടുകളിലുള്ള സ്ത്രീകളെയൊക്കെ പോലീസുകാർ റേപ്പ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇതുപോലെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാരെ കൊണ്ടുപോയി 3-ാം മുറയൊക്കെ എടുത്ത് ഭയങ്കര പ്രശ്നമാക്കിയതാണ്. ഇതാണ് ഈ തങ്കമണി കൂട്ടബലാത്സംഗം അല്ലെ തങ്കമണി വെടിവെപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സംഭവം ഇതാണ്. അല്ല, നമുക്ക് ടീസറിൽ നിന്ന് ട്രെയിലറിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഇതിന്റെ ഒരു ബേസിലാണ് കഥ നടക്കുന്നത് എന്നുള്ളത്. ടീസറിൽ പറഞ്ഞു വെച്ചത് ഈ ഒരു 1986 നടന്ന ഈ ഒരു ഇൻസിഡന്റ് വെച്ചിട്ടുള്ള കഥയാണ്. അതെ, ആ വർഷങ്ങളൊക്കെ കൃത്യമായിട്ട് കാണും. ബസ്സിൽ മറ്റേ കല്ലെറിയുന്നതും മറ്റേ പെട്രോൾ ബോംബ് എറിയുന്നതും അങ്ങനത്തെ സീനൊക്കെ അതിനകത്ത് ടീസറിൽ കാണിക്കുന്നുണ്ട്. അതെ, മിക്കവാറും അത് വെച്ചിട്ടായിരിക്കും പ്ലോട്ട് വന്നത്. പിന്നെ ഇത് എങ്ങനെ അവസാനിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ സിനിമ കണ്ടാലും മനസ്സിലാവും. ഏകദേശം കർണന്റെ ആ ഒരു പ്ലോട്ട് കൂട്ട് എനിക്ക് തോന്നിയത്. ആ ടൈപ്പ് എടുക്കേണ്ട ഒരു മൂവി ആയിട്ട് എനിക്ക് തോന്നുന്നു. രതീഷ് രഘുനന്ദൻ നമ്മുടെ ഉടൽ എന്ന് പറയുന്ന സിനിമ ഡയറക്ട് ചെയ്ത ഡയറക്ടറാണ്. അപ്പൊ നീ കണ്ടിട്ടില്ല അല്ലെ? കണ്ടിട്ടില്ല, ഉടൽ കണ്ടിട്ടില്ല, കാണാൻ പറ്റിയില്ല.
ഹരി കണ്ടിട്ടുണ്ട്. എങ്ങനെയായിരുന്നു പടം? ഉണ്ടായിരുന്നു പടം ഒരു ആവറേജ് ലെവല് പടമാണ്. കാരണം അവരുടെ ഇന്റിമേറ്റ് സീൻ ഉള്ളതുകൊണ്ടാണ് പടത്തിൽ ഇത്ര ഹൈപ്പ് വന്നത്. അല്ലാതെ പടത്തില് ദുർഗാകൃഷ്ണൻ പടം ഒരു ഗ്രാഫ് ആ ഒരു ലെവല് മെയിൻറ്റെയിൻ ചെയ്ത് ഇടയ്ക്കൊന്ന് അപ്പായി പിന്നെ ഡൗൺ ആയി അങ്ങനെയാണ് പോകുന്നത് പടം. അതെന്ത് ടൈപ്പ് ഓഫ് മൂവി അത് പറഞ്ഞോട്ട്? അത് ക്രൈമും അവര് ഒരു വീട്ടിലകപ്പെട്ടു പോകുന്നതാണ്. ഏകദേശം മറ്റേ ഡോൺ ബ്രീത്ത് ടൈപ്പ് അത്തരം റിവെഞ്ചാന്ന് പറയാം. പടത്തിന്റെ സ്റ്റോറി, ആ ബേസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്കെയിലിൽ എടുക്കാൻ പറ്റിയ ഒരു സ്റ്റോറിയാണ്. പക്ഷെ എനിക്കിപ്പോ ട്രെയിലർ കണ്ടപ്പോ അത്ര സ്കെയിലായിട്ട് തോന്നുന്നില്ല. ഇനിയിപ്പോ പടം വരുമ്പം ചിലപ്പം വിപരീതമായിരിക്കും, അല്ലായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ ട്രെയിലർ നമുക്ക് എനിക്കത്ര പ്രോമിസിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല. ഈ ടീസർ പിന്നെ വലിയ കുഴപ്പമില്ലെന്ന്, ടീസറിന് കുറച്ചുകൂടെ ക്വാളിറ്റി തോന്നി. പക്ഷെ ട്രെയിലർ വന്നപ്പോ കുറെ കൂടെ ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നി. കഴിഞ്ഞ വീഡിയോ നമ്മൾ ആർട്ട് വർക്കിനെ പറ്റി പൊക്കി അടിച്ചു. ഈ വീഡിയോ നമ്മള് ആർട്ട് വർക്കിനെ കുറച്ച്, അത് പ്രത്യേകിച്ച് ലാസ്റ്റ് ഇറങ്ങിയ കുറെ സിനിമകളിൽ ആർട്ട് വർക്ക് ഗംഭീരമായിരുന്നു. കുറച്ച് സിനിമകളല്ല, അവസാനം ഇറങ്ങിയ 4-5 സിനിമകളിൽ തന്നെ എല്ലാം ഒരു വലിയ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് പോയ സിനിമ. കാരണം ഇപ്പൊ പുതിയ പടങ്ങൾ ഇറക്കുമ്പോൾ വളരെ കോമ്പറ്റീറ്റീവ് ആണ്. കാരണം അമ്മാതിരി സാധനം, ഓരോ പടങ്ങൾ, വിജയിച്ച പടങ്ങൾ ഓരോ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് പോവുക. പ്രൊഡക്ഷൻ ഡിസൈനിങ്ങില്, സ്റ്റോറിയില്, അങ്ങനെ ഓരോ സാധനം ഇങ്ങനെ ബിൽഡ് ചെയ്തേക്കുക. ഇതിനെ മറികടന്നാലേ അടുത്തൊരു നല്ല സിനിമ വരത്തുള്ളൂ. ആർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്രഹ്മയുഗം വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ബ്രഹ്മയുഗം ആ ഇറങ്ങിയ സമയത്ത് ബെസ്റ്റ് ആണെന്ന് വിചാരിച്ചു. അതിന് തൊട്ടടുത്ത മഞ്ഞുമൽ അപ്പോഴത്തേക്ക് അടുത്ത ബെഞ്ച് മാർക്ക് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഇടയിലേക്കാണ് ഇതിനെ ഇറക്കി വിടാൻ പോകുന്നത്. ഇപ്പം കാണുമ്പോഴത്തേക്ക് നമുക്കറിയാം സെറ്റാണ്, എങ്ങനെയാണ് വെച്ചേക്കുന്നത് അതേപോലെ എടുത്തറിയാൻ പറ്റും. ഒരുപാട് പേര് അതിന് പുറകിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമ്മളവരെ കുറ്റം പറഞ്ഞല്ല, പക്ഷെ അത് ഏറ്റവും ബെറ്റർ ആക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. കഥ വലിയൊരു സംഭവമാണ്. അതുകൊണ്ട് ആ കഥ എങ്ങനെയായിരിക്കും അവർ എടുത്ത് വെച്ചേക്കുന്നത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷെ ട്രെയിലർ കണ്ടിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സെയിം അവസ്ഥ. ട്രെയിലർ കണ്ടിട്ട് എന്തൊക്കെയോ അത്ഭുതകരമായിട്ട് എന്തൊക്കെയോ കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മീൻസ് കഥയിൽ നിന്നും വല്ലാണ്ട് മാറിയൊക്കെ കൊമേഴ്ഷ്യലി കാണിക്കാൻ സാധ്യത വളരെയധികം കൂടുതൽ തോന്നുന്നു. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുടെ അമിതഭാരമില്ലാതെ പോയി പടം കാണാനാണ് എന്റെ തീരുമാനം. നമ്മള് നോർമലായിട്ട് പോയി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല, എക്സ്പെക്ടേഷൻ ഇല്ലാതെ കാണുവാനായിട്ട് നല്ലതായിരിക്കും. നമ്മൾ ഇത്രയും വലിയ എക്സ്പെക്ട് ചെയ്ത് പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പറഞ്ഞ ട്രെയിലറും നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പറഞ്ഞ സ്റ്റോറിയിലുള്ള എക്സ്പെക്ടേഷൻ മാത്രമേ ഉള്ളൂ. സ്റ്റോറി കേട്ട ഇതില് സ്റ്റോറി അത്യാവശ്യം ഒരു സിനിമയ്ക്കുള്ള സ്റ്റോറി ഉണ്ട്. പക്ഷെ ഇതെങ്ങനെ കൊണ്ടുവരും, സ്ക്രീനിലേക്ക് എങ്ങനെ കൊണ്ടുവരും എന്നുള്ളൊരു കാര്യത്തില് ഇതുണ്ടല്ലോ, അതിന് തിയേറ്റർ വന്നാലേ അറിയാൻ പറ്റും. അതെ, നോ ഹൈപ്പ് ഓൺലി ഹോപ്പ്. അതെ, ആരാലേ അതെ, ചില പറഞ്ഞു ഹൈപ്പ് ഓൺലി ഹോപ്പ്. നമുക്ക് നോക്കാം.